വിദേശത്ത് നല്ല ശമ്പളത്തിൽ ജോലി എന്ന് കേട്ടാൽ ഇറങ്ങി പുറപ്പെടുന്നവർക്കൊരു മുന്നറിയിപ്പാവുകയാണ് കോഴിക്കോട്ടെ യുവതിക്ക് സംഭവിച്ച വാർത്ത. അബായ ഷോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് റാസൽ ഖൈമയിൽ എത്തിച്ച യുവതി പെൺവാണിഭ സംഘത്തിന്റെ പിടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. UAE-യിൽ പെൺവാണിഭ സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് കോഴിക്കോട്ടുകാരിയായ യുവതിയാണ്. അബായ ഷോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഈ മാസം 22-നാണ് റാസൽ ഖൈമയിൽ യുവതിയെ എത്തിച്ചത്. റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ സുരക്ഷിത കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ യുവതിയെ. ഇവരെ വൈകാതെ തന്നെ നാട്ടിലേക്ക് മടക്കി വയ്ക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 50,000 ഇന്ത്യൻ രൂപ ശമ്പളവും താമസവുമായിരുന്നു അബായ ഷോപ്പിലെ ജോലിക്ക് യുവതിക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. വിമാനത്താവളത്തിൽ യുവതിയെ സ്വീകരിക്കാൻ കോട്ടയം സ്വദേശികൾ എന്ന് പരിചയപ്പെടുത്തിയവർ എത്തിയിരുന്നു. റാസൽ ഖൈമയിലെ ഒരു വില്ലയിലേക്കാണ് അവർ ഈ കുട്ടിയെ കൊണ്ടുപോയത്. വില്ലയിൽ 2 മലയാളികളും ഒരു തമിഴ്നാട്ടുകാരിയും ഉൾപ്പെടെ മറ്റു 3 പേർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ. പുരുഷന്മാർ വന്നു പോകുന്നത് പതിവായിരുന്നു. ഇത് കണ്ട് മറ്റ് സ്ത്രീകളോട് അന്വേഷിച്ചപ്പോഴാണ് പെൺവാണിഭ സംഘമാണ് എന്ന് യുവതി മനസ്സിലാക്കുന്നത്. പിറ്റേ ദിവസം ജോലിയെക്കുറിച്ച് സംഘം വിശദീകരിച്ചപ്പോൾ ഇത്തരം ജോലിക്ക് താല്പര്യമില്ല എന്നും തിരിച്ചയക്കാനും യുവതി ആവശ്യപ്പെട്ടു. പക്ഷേ അവർ അനുവദിച്ചില്ല. വിസയ്ക്കും വിമാന ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് എന്നിവയ്ക്കായി വലിയ തുക ചിലവായി എന്നും അത് തിരിച്ചു കിട്ടാതെ വിടില്ല എന്നും പറഞ്ഞതോടെ യുവതി പ്രയാസത്തിലായി. സാമ്പത്തിക പ്രയാസമുള്ളതിനാലാണ് കുട്ടികളെ അമ്മയെ ഏൽപ്പിച്ച് വിദേശ ജോലിക്ക് തയ്യാറായത് എന്ന് യുവതി പറഞ്ഞു. വഴങ്ങില്ലെന്ന് വന്നതോടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള നീക്കം മനസ്സിലാക്കിയ യുവതി തന്ത്രപൂർവ്വം ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ അസോസിയേഷൻ പ്രവർത്തകർ യുവതിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. 2 ആഴ്ചകൾക്ക് മുൻപും ഇതുപോലെ ജോലി വാഗ്ദാനം ചെയ്ത് ഖത്തറിൽ കൊണ്ടുപോയി പെൺവാണിഭത്തിന് ഉപയോഗിച്ചു എന്ന് കാട്ടി അതിജീവിതകളിൽ ഒരാളായ യുവതി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഇത് കുളത്തൂപ്പുഴ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വരുമ്പോഴാണ് പുതിയ സംഭവം. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് ഇമെയിൽ വഴി യുവതി നൽകിയ പരാതി ആരോപണ വിധേയന് ചോർത്തിയതായും പരാതി വന്നിരുന്നു. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം പരാതി ചോർത്തി കൊടുത്തു എന്നാണ് കുളത്തൂപ്പുഴ സ്വദേശിയായ യുവതി മുഖ്യമന്ത്രിക്കും മറ്റുന്നതർക്കും നൽകിയ പരാതിയിൽ പറയുന്നത്. കൊട്ടാരക്കര സ്വദേശി സുദീപ് ചന്ദ്രനെതിരെയാണ് പീഡന പരാതി നൽകിയിരിക്കുന്നത്. സുദീപിന്റെ പേരിൽ കുളത്തൂപ്പുഴ പോലീസ് പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട്. ജോലിക്കെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ഈടാക്കിയ ശേഷം മകളെ ഖത്തറിലേക്ക് കൊണ്ടുപോയി ഫ്ളാറ്റിൽ താമസിപ്പിച്ചതായും പീഡനത്തിന് ഇരയാക്കിയ ശേഷം പരിചയക്കാർക്ക് നൽകി എന്നും പണം സമ്പാദിച്ചു വരികയാണെന്നും ഫെബ്രുവരി 12-ന് യുവതിയുടെ അമ്മ കുളത്തൂപ്പുഴ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. മകളുടെ ശമ്പളം എന്ന പേരിൽ സുദീപ് ചന്ദ്രന്റെ അക്കൗണ്ടിൽ നിന്നാണ് തനിക്ക് പണം അയച്ചിരുന്നത് എന്നും പരാതിയിലുണ്ട്. 2021 നവംബറിലാണ് യുവതി ഖത്തറിലേക്ക് പോയത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം നാട്ടിൽ സുഖകരമായ ഒരു ജോലി അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ശമ്പളം, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ശമ്പളത്തിനുള്ള ജോലി ലഭിക്കാതെ വരുമ്പോഴാണ് പലരും നമ്മുടെ നാട് വിട്ട് മറ്റു നാടുകളിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത്. അങ്ങനെ പോകുന്നതിൽ തെറ്റുണ്ട് എന്നല്ല. നല്ല ജോലികളാണെങ്കിൽ അത്തരം ജോലികൾക്ക് പോയി സുഖകരമായി സ്വന്തം കുടുംബത്തെ രക്ഷിച്ച ഒരുപാട് പേർ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ പോകുമ്പോൾ അത് സുരക്ഷിതമായ ജോലിയാണ് എന്ന് എല്ലാ തരത്തിലും അന്വേഷിച്ച് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. കാരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു ജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ച് ആ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് പോലും സംഭവ്യമല്ല. കാരണം അന്യനാട്ടിൽ പോയി ഇത്തരത്തിലൊരു സെക്സ് റാക്കറ്റിലൊക്കെ പെട്ടുപോയാൽ പിന്നീട് നമുക്ക് ആ ജീവിതം തിരികെ പിടിക്കുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് യുവതികളായ ഉദ്യോഗാർത്ഥികൾ വിദേശത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ ഇത്തരം ചതിക്കുഴികളെ കരുതിയിരിക്കുക. ന്യൂസ് ഡെസ്ക് കർമാനസ്.